നമസ്കാരം. ഒരു 15 വർഷത്തിനുള്ളിൽ ടെക്നോളജി എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തീർച്ചയായിട്ടും AI ഉപയോഗിക്കുന്ന ഒരു റോബോട്ടിക് മനുഷ്യൻ നമ്മുടെ സഹായത്തിനുണ്ടാകും. ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടാകും. അവയവങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കും. അതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നത് നമ്മൾ യാത്ര ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള കാര്യത്തിലായിരിക്കും. ഞാൻ നിൽക്കുന്നത് കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന നഗരത്തിലാണ്. സാൻ ഫ്രാൻസിസ്കോ സിറ്റിയിലെത്തിയപ്പോൾ മുതൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, തലങ്ങും വിലങ്ങും കാറുകൾ പോകുന്നുണ്ട്. പക്ഷേ സ്റ്റിയറിംഗ് വീലിന് പുറകിൽ ആരെയും കാണാനില്ല. ബാക്കിൽ ആളുകൾ ഇരിപ്പുണ്ട്, കാറുകൾ സഞ്ചരിക്കുന്നുണ്ട്. കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ റോബോ ടാക്സി എങ്ങനെയുണ്ട് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമ്മൾ അതിൽ കയറുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൂഗിളിൻ്റെ മാതൃ കമ്പനിയായ ആൽഫാബെറ്റിൻ്റെ വെയ്മോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് സാൻ ഫ്രാൻസിസ്കോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോബോട്ടിക് കാർ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി. അപ്പം വെയ്മോ എന്നുള്ള ആപ്പ് വഴി നമ്മൾ ഊബർ ടാക്സിയൊക്കെ വിളിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ സർവീസ് ബുക്ക് ചെയ്യാം. വെയ്മോ ആപ്ലിക്കേഷൻ ഞാൻ എൻ്റെ മൊബൈലിൽ എടുത്തിട്ടുണ്ട്. അതുവഴി ഞങ്ങളൊരു വെയ്മോ ടാക്സി വിളിക്കാൻ പോവുകയാണ്. സാധനം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് കയറാൻ പോവുകയാണ്. എങ്ങനെയാണ് കയറേണ്ടത് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഇതാണ് വെയ്മോ ടാക്സി. ഒന്നാമത്തെ കാര്യം പിക്കപ്പ് പോയിന്റ് എന്നുള്ളതാണ്. സാധാരണ ഡ്രൈവർമാർ വരുന്ന പോലെ നമ്മൾ നിൽക്കുന്നിടത്ത് വന്ന് അത് നമ്മുടെ തൊട്ടടുത്തൊന്നും കയറിക്കോ ചാടി കയറിക്കോ എന്നൊന്നും പറയത്തൊന്നുമില്ല. അതിന് കൃത്യമായിട്ടുള്ളൊരു പിക്കപ്പ് പോയിന്റ് ഉണ്ട്. നമ്മൾ നിൽക്കുന്നതിനടുത്ത് വളരെ സേഫായിട്ടുള്ളൊരു സ്ഥലം നോക്കി മാത്രമേ അത് വന്ന് പാർക്ക് ചെയ്യുകയുള്ളൂ. നമ്മൾ കാറിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഊബർ പോലുള്ള വെയ്മോയുടെ ആപ്പിൽ നമ്മൾ ഡോറ് അൺലോക്ക് ചെയ്യണം. ഡോറ് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടിക്കകത്ത് കയറിയിരിക്കാം. കാറ് കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം സീറ്റ് ബെൽറ്റ് ഇടുക എന്നുള്ളതാണ്. കാരണം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി മുന്നോട്ട് പോകില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു സ്ക്രീനുണ്ട്. ഫ്രണ്ടിലും ഉണ്ട്, ബാക്കിലും ഇരിക്കുന്നവർക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സ്ക്രീനുണ്ട്. അതേ സ്റ്റാർട്ട് റൈഡ് എന്നുള്ളത് നമ്മളിതാ പ്രസ് ചെയ്ത് കഴിയുന്നുണ്ടെയാണ് ഇനിയാണ് വണ്ടി പോകാൻ തുടങ്ങുന്നത്. പ്രധാനമായിട്ടും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ടാക്സ് ഏതാണ് എന്ന് നോക്കണം. നമ്മുടെ പേരിൻ്റെ 2 അക്ഷരങ്ങൾ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ പേര് നോക്കി ആണ് നമ്മുടെ ടാക്സ് ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. യാത്രക്കാർക്ക് മുൻ സീറ്റിലിരിക്കാം, ഡ്രൈവർ സീറ്റിൽ ഇരിക്കാൻ പാടില്ല. പക്ഷെ മുൻ സീറ്റിൽ ഇരിക്കുന്നതിന് അനുവാദമുണ്ട്. മുൻ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ സ്റ്റിയറിംഗിൽ തൊടുകയോ വണ്ടി നിയന്ത്രിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റോപ്പാകും. പിന്നെ അത് മുന്നോട്ട് ചലിക്കത്തില്ല. നമുക്ക് GPS ഡിസ്പ്ലേ ഫ്രണ്ടിലും ബാക്കിലും നമ്മളെ കാണിക്കുന്നുണ്ട്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന എവിടേക്കാണ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് മ്യൂസിക് അതിൻ്റെ ഒച്ചയൊക്കെ കൺട്രോൾ ചെയ്യാം. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതേപോലെ എന്തെങ്കിലും എമർജൻസി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നതിനുള്ള ഇതുണ്ട്. ഇപ്പം ആ സ്റ്റിയറിംഗ് നിങ്ങൾ ഫ്രണ്ടിൽ നോക്കിയാൽ കണ്ടാൽ അറിയാം, സ്റ്റിയറിംഗ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു എമർജൻസി വന്നു, ഇത് പോക്ക് ശരിയല്ല എന്ന് നമുക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് നമുക്ക് വിളിക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഫോൺ വിളിക്കുന്ന പോലെ സപ്പോർട്ട് സെന്ററിൽ നമുക്ക് വിളിക്കാം. അതല്ലെങ്കിൽ നമുക്ക് എമർജൻസി എന്ന് പറഞ്ഞ് നമുക്ക് ഈ വണ്ടി നിർത്തുന്നതിനുള്ള സൗകര്യവും ഈ വെയ്മോയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെയ്മോ റോബോട്ടിക് കാറുകൾ പ്രവർത്തിക്കുന്നത് ഒന്നാമതായി ലൈഡാർ എന്ന് പറയുന്ന ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. ഇത് വാഹനങ്ങളുടെ മുകളിലും വശങ്ങളിലും ഘടിപ്പിച്ചിട്ടുള്ള ലേസർ സ്കാനറുകളാണ്. ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളുടെയും കൃത്യമായ 3D മാപ്പ് തത്സമയം തയ്യാറാക്കുന്നതിന് ഇത് സഹായിക്കും. കൂടാതെ ക്യാമറകൾ, ട്രാഫിക് ലൈറ്റുകൾ, റോഡ് ചിഹ്നങ്ങൾ, മറ്റു വാഹനങ്ങൾ എന്നിവ തിരിച്ചറിയുന്നതിന് ക്യാമറകൾ സഹായിക്കുന്നു. കൂടാതെ റഡാർ, അടുത്തുള്ള വാഹനങ്ങളുടെ വേഗതയും ദൂരവും ഒക്കെ കൃത്യമായി അളക്കുന്നതിന് സഹായിക്കത്തക്ക റഡാറുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് ഇതിനുള്ളിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെക്കൻഡുകൾ കൊണ്ട് ഡിസിഷൻ എടുക്കുന്നതിന് ഈ കാറിനെ സഹായിക്കുന്നു. എപ്പോൾ ബ്രേക്ക് ചെയ്യണം, എപ്പോൾ തിരിയണം, എപ്പോൾ മുന്നോട്ട് പോകണം എന്ന് അങ്ങനെ വാഹനം തന്നെ തീരുമാനമെടുക്കത്തക്ക രീതിയിൽ ഇതിനകത്ത് AI സഹായിക്കുന്നു. ഇങ്ങനെയാണ് ഈ റോബോട്ടിക് കാറുകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റോബോ ടാക്സികൾക്ക് മനുഷ്യൻ ഓടിക്കുന്ന സാധാരണ ടാക്സികളേക്കാൾ കൂടുതൽ കൃത്യതയും അപകട സാധ്യത വളരെ കുറവുമാണെന്നാണ് കമ്പനികൾ അവകാശപ്പെടുന്നത്. അവരത് പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി നിരീക്ഷണം ഈ കാറുകൾക്ക് സാധ്യമാണ് എന്നുള്ളതാണ്. മനുഷ്യർക്ക് മുന്നോട്ടും വശങ്ങളിലെ കണ്ണാടികളിലൂടെ മാത്രമേ നോക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ റോബോ ടാക്സികളിലുള്ള ഈ ലൈഡാർ ഹൈ റെസൊല്യൂഷൻ ക്യാമറകൾ ഘടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഒരേ സമയം കാറിന് ചുറ്റുമുള്ള 360 ഡിഗ്രി സ്ഥലവും കൃത്യമായി നിരീക്ഷിക്കുന്നതിനും മാത്രമല്ല ഇരുട്ടാണെങ്കിലും മൂടൽമഞ്ഞാണെങ്കിലും
ഒക്കെ മനുഷ്യനേക്കാൾ ദൂരത്തിൽ തടസ്സങ്ങൾ കണ്ടെത്തുന്നതിനും ഇവയ്ക്ക് കഴിയും എന്നാണ് കമ്പനി പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് റോബോ ടാക്സികൾക്ക് ഒരിക്കലും അവരുടെ ശ്രദ്ധ വ്യതിചലിക്കുന്നില്ല, ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാകുന്നില്ല, ക്ഷീണവും ഉണ്ടാകുന്നില്ല. റോഡിലെ അപകടങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം മനുഷ്യരുടെ ശ്രദ്ധ കുറവാണ്. അല്ലെങ്കിൽ ഫോൺ വരുന്നു, മെസ്സേജുകൾ വരുന്നു, ഉറങ്ങാതെ വണ്ടി ഓടിക്കുന്നത്, മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത്, ഇതൊന്നും കമ്പ്യൂട്ടറിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. റോബോ ടാക്സികൾക്ക് ഒരു സെക്കൻഡ് പോലും ശ്രദ്ധ മാറാതെ പൂർണ്ണ ശ്രദ്ധയോടെ എല്ലാ സമയവും പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാരണം പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് ഒരു മില്ലി സെക്കൻഡിൽ അതിവേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ AI അല്ലെങ്കിൽ റോബോ ടാക്സിക്ക് കഴിയുന്നു എന്നുള്ളതാണ്. റോഡിലേക്ക് പെട്ടെന്ന് ഒരാൾ ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടാൻ മനുഷ്യന് കുറച്ച് സെക്കൻഡുകളുടെ ഒരു റിയാക്ഷൻ ടൈം വേണം. പക്ഷേ റോബോ ടാക്സിയുടെ സിസ്റ്റത്തിന് മില്ലി സെക്കൻഡുകൾ കൊണ്ട് അപകടം തിരിച്ചറിയുന്നതിനും കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്യുന്നതിനും വണ്ടി തിരിക്കുന്നതിനുമൊക്കെ സാധിക്കും. അടുത്ത ഒരു കാരണം അവർ പറയുന്നത് നിയമങ്ങൾ കൃത്യമായി പാലിക്കാൻ റോബോ ടാക്സിക്ക് കഴിയും. ഒരിക്കലും അമിത വേഗത്തിൽ വണ്ടി ഓടിക്കുകയോ ട്രാഫിക് സിഗ്നലുകൾ തെറ്റിക്കുകയോ തെറ്റായ രീതിയിൽ ഓവർടേക്ക് ചെയ്യുകയോ ഒന്നും റോബോ ടാക്സികൾ ചെയ്യില്ല. ട്രാഫിക് നിയമങ്ങൾ 100% പാലിക്കാൻ മാത്രമാണ് അവയെ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് റോഡിലെ അച്ചടക്കം മൊത്തത്തിൽ കൂട്ടും എന്നാണ് കമ്പനികൾ അവകാശപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടി ഇവിടെ പറയുന്നത് ലോകത്തിലെ ഏത് ഒരു റോബോ ടാക്സിയും ഒരു പുതിയ റോഡ് അനുഭവം ലേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലൗഡ് വഴി പെട്ടെന്ന് തന്നെ ലോകത്തിലെ എല്ലാ റോബോ ടാക്സികളിലേക്കും ആ അറിവ് പകർന്നു കൊടുക്കുകയും ആ അപകട സാധ്യതയോ അല്ലെങ്കിൽ ആ പുതിയ സാഹചര്യമോ എങ്ങനെ തരണം ചെയ്യണമെന്നുള്ളത് പെട്ടെന്ന് തന്നെ ലോകത്തിലുള്ള എല്ലാ റോബോ ടാക്സികൾക്കും മനസ്സിലാക്കുന്നതിനും അത് പ്രാക്ടിക്കലാക്കുന്നതിനും സാധിക്കും എന്നുള്ളതാണ്. അതായത് ഒരു ഡ്രൈവർ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ഓടിയ പരിചയസമ്പത്ത് 1 മിനിറ്റ് കൊണ്ട് ഓരോ കാറിനും പെട്ടെന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അപകട സാധ്യത ഒഴിവാക്കാൻ കഴിയും എന്നാണ് കമ്പനികൾ അവകാശപ്പെടുന്നത്. ഈ കാറിനകത്തിരുന്ന് ഇങ്ങനെ റോബോട്ടിക് ടാക്സിയിലൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. നമുക്ക് വളരെ സൗകര്യപ്രദമാണ്, വളരെയധികം പ്രൈവസി ഉണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണ്, കുറേ കൂടെ സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മുടെ ജോലികളൊക്കെ ഭാവിയിൽ എന്തായിത്തീരും എന്നുള്ളതാണ്. യെല്ലോ ടാക്സി ആയിരുന്നു ന്യൂയോർക്കിലും USA ഒക്കെ മുഴുവൻ നമ്മൾ സിനിമക്കകത്തെല്ലാം കാണും. ടാക്സി ക്യാബുകൾ ധാരാളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ജീവിക്കുന്ന ധാരാളം ആളുകളും ഉണ്ടായിരുന്നു. പിന്നീടാണ് ഊബർ വന്നത്. ഊബർ വന്നു കഴിഞ്ഞപ്പോൾ ടാക്സി ഡ്രൈവർമാർക്കൊക്കെ പലർക്കും പണി പോയി, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടായി, അങ്ങനെ വളരെയധികം സമരങ്ങളും ഒക്കെ ഉണ്ടായതാണ്. ഇപ്പോൾ ഊബറിനെയും കടത്തിവെട്ടി റോബോട്ടിക് ടാക്സികൾ ഇങ്ങനെ റോഡുകൾ കീഴടക്കുകയാണ്. ഇപ്പോഴും യെല്ലോ ടാക്സി ഓടിക്കുന്നവരുണ്ട്, അവരെ കാണുന്നുണ്ട്. നമുക്ക് ഈ റോബോട്ടിക് ടാക്സിയുടെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ റോബോട്ടിക് ടാക്സിയെ നമ്മൾ വിളിക്കാറുള്ളൂ, യെല്ലോ ടാക്സിയുടെ പുറകെ പോകാറില്ല. പക്ഷേ അവരുടെ ജീവിതമൊക്കെ എന്തായിത്തീരും, അവരുടെ തൊഴിലിൻ്റെ കാര്യം എന്താകും എന്നുള്ളൊരു വലിയ ആശങ്ക കൂടി അവിടെ നിലനിൽപ്പുണ്ട്. ഇത് നേരിടുന്ന ചില വെല്ലുവിളികളുമുണ്ട്. കാരണം ഇത് പൂർണ്ണമായിട്ടും സെൻസറുകളും ക്യാമറയും പിന്നെ AI ഉപയോഗിച്ചാണ് ഈ കാർ ഓടുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ആക്യുറസി ഇത് കീപ്പ് ചെയ്യുന്നത്. പക്ഷേ ടെക്നോളജിക്ക് എപ്പോഴും ഒരു പ്രശ്നമുണ്ട്, ഏതെങ്കിലും സമയത്ത് അതിൻ്റെ ഒരു ലൂപ്പ് ഹോൾസ്, തടസ്സങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് 2025 ഡിസംബറിൽ സാൻ ഫ്രാൻസിസ്കോയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഔട്ട് ഉണ്ടായി, ഇലക്ട്രിസിറ്റിയിൽ ഒരു ബ്ലാക്ക് ഔട്ട് ഉണ്ടായി. ആ സമയത്ത് ഈ വെയ്മോ കാറുകളൊക്കെ റോഡുകളിൽ നിന്നുപോയി, യാത്രക്കാർ അതിനകത്തായിപ്പോയി എന്നാണ് പറയപ്പെടുന്നത്. അത് വളരെ ഭീകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ അത്യാവശ്യമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ കാറുകൾ റോഡിൽ നിന്നു പോവുക എന്ന് പറയുന്നത് ഒരു സാഹചര്യം നമുക്ക് ചിന്തിച്ച് നോക്കാൻ പോലും സാധിക്കില്ല. അത് ടെക്നോളജിയുടെ ഒരു പരാജയമാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇതിനെയൊക്കെ മറികടക്കത്തക്ക രീതിയിൽ അവർ കണ്ടുപിടുത്തങ്ങൾ നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാൻ ഫ്രാൻസിസ്കോയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ലംബാർഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ കുത്തനെ താഴോട്ട് കിടക്കുന്ന വളവും തിരിവുമുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള റോഡിൽ കൂടാണ് ഈ വണ്ടി, ഈ റോബോട്ടിക് വാഹനം നമ്മളിപ്പം കൊണ്ടുപോയത്. വളരെ കൃത്യമായി ആ നാരോ റോഡിൽ കൂടെ സ്റ്റിയറിങ് കറക്റ്റായിട്ടുള്ള രീതിയിൽ തിരിച്ച് നമ്മളിവിടെ താഴെ കൊണ്ടുവന്നു. ഈ സ്ട്രീറ്റ് ഭയങ്കര ഫേമസ് ആണ്. ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞും കിടക്കുന്ന സ്ട്രീറ്റ് ആയതുകൊണ്ടാണ് ഇതിന് ആ പേര് വന്നതും. ഇത് ലോകപ്രശസ്തമായിട്ടുള്ള സ്ട്രീറ്റാണ്. എന്തായാലും അതിൽ കൂടി റോബോട്ടിക് ടാക്സി വഴി സഞ്ചരിക്കുന്നതിനുള്ള അവസരം നമുക്ക് കിട്ടി. സാൻ ഫ്രാൻസിസ്കോയിൽ ഇപ്പോൾ റോബോ ടാക്സികൾ ഉള്ളത് ഗൂഗിളിനും പിന്നെ ആമസോണിനുമാണ്. ആമസോണിൻ്റെ കീഴിൽ സൂക്സ് എന്ന് പറയുന്ന
പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്ത റോബോ ടാക്സികൾ സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു ട്രയൽ ബേസിൽ ഓടുന്നുണ്ട്. 4 പേർക്ക് പരസ്പരം അഭിമുഖമായി ഇരുന്ന് പോകത്തക്ക ഒരു ചെറിയ ലോഞ്ച് പോലെയുള്ള ഒരു ഡിസൈനാണ് അവർ ഇതിന് കൊടുത്തിരിക്കുന്നത്. മറ്റ് കാറുകളെ പോലെയല്ല, ഇതിൽ സ്റ്റിയറിംഗ് വീലോ പെഡലുകളോ ഇല്ല. നിലവിൽ ഇപ്പോൾ അതിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ ടേൺ അനുസരിച്ച് നമുക്ക് ആമസോണിൻ്റെ കീഴിലുള്ള സൂക്സ് റോബോ ടാക്സികൾ സഞ്ചരിക്കാവുന്നതാണ്. അതുകൂടാതെ ഊബർ, ലിഫ്റ്റ് തുടങ്ങിയ കമ്പനികളൊക്കെ അടുത്ത് തന്നെ റോബോ ടാക്സികൾ ഇറക്കുന്നുണ്ട്. അടുത്ത 1-2 വർഷത്തിനുള്ളിൽ തന്നെ അമേരിക്കയിലെ മറ്റ് പല സ്റ്റേറ്റുകളിലും ഈ റോബോ ടാക്സി ഇറങ്ങും എന്നാണ് പറയുന്നത്. ഏതാനും അടുത്ത വർഷങ്ങൾ കൂടി തന്നെ മറ്റ് രാജ്യങ്ങളിലേക്കും ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിലേക്കുമൊക്കെ റോബോ ടാക്സി വരുന്നതിനുള്ള സാധ്യതയുണ്ട്. റോബോട്ടിക് കാറുകളിൽ കയറി ഇറങ്ങിയപ്പോൾ മുതൽ മനസ്സിലുള്ള ചോദ്യം അടുത്തത് എന്താണ് എന്നുള്ളതാണ്. അടുത്തത് പറക്കുന്ന കാറുകളാണ്, ഫ്ലൈയിങ് കാർസ്. അതൊക്കെ സംഭവിക്കുമോ എന്നാണ് ചോദ്യമെങ്കിൽ, വായുവിനേക്കാൾ ഭാരം കൂടിയ വിമാനം വായുവിലൂടെ പറത്താനാകുമെന്ന് റൈറ്റ് സഹോദരന്മാർ പറഞ്ഞപ്പോൾ പുച്ഛിച്ച് തള്ളിയ സമൂഹമാണ് നമ്മുടേത്. പക്ഷേ ഇന്നത് വളരെ യാഥാർത്ഥ്യമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഫ്ലൈയിങ് കാറുകളും. ഡ്രോണുകൾ പാഴ്സലുകൾ ഡെലിവറി ചെയ്യുന്നത് പോലെ നമ്മളെയും എടുത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഡെലിവറി ചെയ്യത്തക്ക രീതിയിലുള്ള ഫ്ലൈയിങ് കാറുകൾ ഉടനെ തന്നെ എത്തും. അപ്പോൾ പറക്കാൻ റെഡി ആയിക്കോളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.